السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ ഏറ്റവും വലിയ അറിവ്, ഏറ്റവും വലിയ ഇൽമിന്റെ ശാഖ അത് പരിശുദ്ധ ഖുർആനെയാക്കി. പരിശുദ്ധ ഖുർആൻ ഇൽമിന്റെ ഉറവിടം അത് ഖുർആനാണ്. അറിവിന്റെ ഉറവിടം അത് ഖുർആനാണ്. പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യർക്ക് ആ മനുഷ്യൻ എന്തൊക്കെ നേട്ടങ്ങളാണോ അവന്റെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ടത്, എന്തായിരിക്കണം അവന്റെ ജീവിതം എന്നതിനെ സംബന്ധിച്ച് സ്പഷ്ടമായി വിവരിച്ചു. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഉലൂം അത് ഖുർആനാണ്. ഇൽമുകളിൽ ഏറ്റവും മഹത്വമുള്ള ഇൽമു ഖുർആനാണ്, ഖുർആനുമായി ബന്ധപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോടായിട്ട് പറഞ്ഞു, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ചില കുടുംബക്കാരുണ്ട്. സഹാബാക്കൾ ചോദിച്ചു, നബിയെ ആരാണ് കുടുംബക്കാർ? അള്ളാഹുവിന് കുടുംബക്കാരോ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ, അവർ ഖുർആനിന്റെ ആളുകളാണ്. ഹും അഹ്ലുല്ലാഹി വ ഖാസ്സതു, അവർ അള്ളാഹുവിന്റെ കുടുംബക്കാരാണ്, അള്ളാഹുവിന്റെ പ്രത്യേകക്കാരാണ്. ഈ ആയത്തിനെ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, അഹ്ലുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ബൈനഹും വയഅമലൂന ബിഹി, അത് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്യുന്നവർ, അവനാണ് അഹ്ലുൽ ഖുർആൻ. അവനാണ് അഹ്ലുൽ ഖുർആൻ. ഖുർആന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അവനാണ്. കേവലം ഖുർആൻ 30 ഹിഫ്ളാക്കി വേറെ വഴിക്ക് പോയ ഒരുത്തരെ സംബന്ധിച്ചിടത്തോളം ഈ ഹദീസിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പെടൂല. കേവലം അതിന്റെ ഹർഫുകൾ ഹിഫ്ളാക്കുക എന്നുള്ളത് ശ്രേഷ്ഠമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതെന്ത് പറയുന്നു എന്നതറിയാതെ ആ ആയാത്തുകളിൽ അമൽ ചെയ്യാതെ ഉള്ള പഠനം, അത് അഹ്ലുൽ ഖുർആൻ എന്നതിൽ പെടൂല. അഹ്ലുൽ ഖുർആൻ അത് പഠിക്കുക, പഠിപ്പിക്കുക, അതനുസരിച്ച് അമൽ ചെയ്യുക, പൂർണ്ണമായ ഖുർആനിന്റെ ആളാവുക, അതാണ് അഹ്ലുൽ ഖുർആൻ. അവർ അല്ലാഹുവിന്റെ പ്രത്യേകക്കാരാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ ഇൽമു പഠിക്കുന്നവർക്ക് ആദ്യമായിട്ട് അവര് പഠിപ്പിച്ചത് ഖുർആനാണ്. ഇൽമു പഠിക്കാൻ തുടങ്ങുന്ന, ദീൻ പഠിക്കാൻ തുടങ്ങുന്ന വിദ്യാർത്ഥികളോട് ആദ്യമായിട്ട് പണ്ഡിതന്മാർ നിർദ്ദേശിക്കുന്നത് ഖുർആൻ ഹിഫ്ളാക്കണം, ഖുർആൻ മനഃപ്പാഠമാക്കണം. അതാണ്
ഏറ്റവും അടിസ്ഥാനമായ മത്തിന് ഹിഫ്ലാക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. മത്തിന് എന്ന് പറഞ്ഞാല് ഒരു കിതാബിന് ഷറഹുണ്ട്, മത്തിനുണ്ട്. ഷറഹുണ്ട്, മത്തിനുണ്ട്. ഷറഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം, മത്തിന് എന്ന് പറഞ്ഞാൽ അതിന്റെ അസ്ല് കിതാബ്. ഉദാഹരണത്തിന് തഫ്സീറുകൾ ഖുർആനിന്റെ വിശദീകരണമാണ്, അല്ലെ? ഖുർആൻ ആ തഫ്സീറുകളുടെ മത്തിനാണ്. മത്തിന് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ വിശദീകരിക്കുന്നത്. ഒരു കിതാബ്, ഒരു പണ്ഡിതൻ ഒരു 5 പേജിൽ ഒരു കിതാബ് എഴുതി. 5 പേജിൽ ഒരു പണ്ഡിതൻ ഒരു കിതാബ് എഴുതി. വേറൊരു പണ്ഡിതൻ ആ 5 പേജിലുള്ള കിതാബിനെ 500 പേജിൽ വിശദീകരിച്ചു. 500 പേജിൽ വിശദീകരിച്ച കിതാബിന് നമ്മൾ എന്ത് പറയും? ഷറഹ് എന്ന് പറയും. 5 പേജിലുള്ള കിതാബിനോ മത്തിൻ എന്ന് പറയും. ആ ഷറഹിന്റെ മത്തിൻ. അപ്പൊ മത്തിനുകൾ ഹിഫ്ളാക്കുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 5 പേജ് കാണാണ്ട് പഠിക്കുക, അതായിരിക്കും കാമ്പ്. മറ്റേത് അതിന്റെ വിശദീകരണമാണ്. അപ്പൊ ഈ 5 പേജ് കാണാതെ പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഇൽമ് പൂർണ്ണമായിട്ടും കിട്ടി. ആ 500 പേജ് അവൻ വായിച്ചു പോയാൽ മതി. ഈ 5 പേജ് ഹിഫ്ളാക്കിയാൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും? ആ 500 പേജ് വിശദീകരിക്കാൻ പറ്റും സ്വന്തം. അപ്പൊ പണ്ഡിതന്മാർ ഖുർആനിനെ ഹിഫ്ളാക്കാൻ പറയും. എന്തിന്? ഖുർആനിനെ ഒരാളെ മണപ്പാടമാക്കിയാൽ പിന്നെ അവൻ തഫ്സീർ വെറുതെ വായിച്ചു പോയാൽ മതി. ആയത്തവനറിയാം. അതുകൊണ്ട് പണ്ഡിതന്മാർ ഖുർആനിനെ ചെറിയ മക്കൾ ഹിഫ്ള് പഠിക്കാൻ, ഇൽമ് നേടാൻ വരുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ അവരോട് ഖുർആൻ പഠിക്കാൻ നിർദ്ദേശിച്ചു. അടിസ്ഥാനപരമായ ഇൽമ് അത് ഖുർആനാണ്. തിബിയാനൻ ലികുല്ലി ഷൈ, എല്ലാത്തിനെയും വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മളെ ശനിയാഴ്ച ക്ലാസ്സുകൾ നമുക്ക് ഖുർആനിന്റെ വിശദീകരണമാണ്. ഓരോ സൂറത്തുകൾ നമുക്ക് വിശദീകരണം പഠിക്കാം. ഖുർആനിലൂടെ നമുക്ക് വ്യത്യസ്തങ്ങളായ ഇൽമുകൾ പഠിക്കാം, അല്ലെ? ഖുർആൻ സൂറത്തുകൾ, ഓരോ സൂറത്തുകളും ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. അപ്പൊ ഒരു സൂറത്ത് നമ്മൾ പഠിക്കലോടുകൂടി ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പഠിക്കും. പഠിക്കാൻ പറ്റും. നമുക്ക് ചിലരുടെ നിർദ്ദേശപ്രകാരം സൂറത്ത് യൂസുഫ് നമ്മൾ എടുത്തു തുടങ്ങാം. സൂറത്ത് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മനോഹരമായ ചരിത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബകൾ വന്നിട്ട് ചോദിക്കണം, നബിയെ നമുക്ക് ഹദീസ് പറഞ്ഞെന്നും കഥ പറഞ്ഞെന്ന് പറഞ്ഞു. ആ സമയത്താണ് സൂറത്ത് യൂസുഫ് അവതരിക്കുന്നത്. അഹ്സനുൽ ഖസസ്, ഏറ്റവും നല്ല കഥ ഞാൻ വിവരിച്ചു തരാം മുഹമ്മദ് എന്ന് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാണ്, കഥ പറഞ്ഞു കൊടുക്കാണ് സൂറത്ത് യൂസുഫ്. ഒരുപാട് ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്ത് യൂസുഫ് പാരായണം ചെയ്യുന്നത് കേട്ടിട്ട് ഇസ്ലാം സ്വീകരിച്ചു. അതിന്റെ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട്. കാരണം ജൂതന്മാർക്ക് യൂസുഫ് നബിയുടെ ചരിത്രം അറിയാം. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ ആ കഥയെ, ആ ചരിത്രത്തെ മനോഹരമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഇസ്ലാം സ്വീകരിച്ച ജൂതന്മാരുണ്ട്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്ത് യൂസുഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തങ്ങളായ പ്രവാചകന്മാരുടെ പേരിൽ സൂറത്തുകൾ ഇറക്കിയിട്ടുണ്ട്, അല്ലെ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുണ്ട്, ഇബ്രാഹിം സൂറത്തുണ്ട്, ഹൂദ് സൂറത്തുണ്ട്, യൂനുസ് സൂറത്തുണ്ട്, നൂഹ് സൂറത്തുണ്ട്. പിന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, യൂനുസ്, ഹൂദ്, നൂഹ്, യൂസുഫ്, 5 പ്രവാചകന്മാരുടെ പേരിൽ സൂറത്ത്. ഇബ്രാഹിം 6 പ്രവാചകന്മാരുടെ പേരിൽ സൂറത്ത്. 3 വലിയകളുടെ പേരിൽ സൂറത്ത്. 3 വലിയകൾ ആരൊക്കെയാ? 3 വലിയകൾ ഖുർആനിൽ സൂറത്തിന്റെ പേരുള്ള മറിയം അലൈഹിസ്സലാത്തു വസ്സലാം. പിന്നെ സൂറത്തിന്റെ പേര് ലുഖ്മാൻ അലൈഹിസ്സലാം. സൂറത്തിന്റെ പേരാണ്, അല്ലെ? ആ പേര് സൂറത്തുണ്ട്. പിന്നെ ഒരാളും കൂടി
ആലു ഇമ്രാൻ. ഇത് 3 വലിയകളാണ് ഇവരുടെ പേരിൽ സൂറത്ത്. അപ്പം 6 പ്രവാചകന്മാരുടെ പേരിൽ സൂറത്ത്, 3 വലിയകളുടെ പേരിൽ സൂറത്ത്. ആ സൂറത്തിന്റെ പേര് തന്നെ ഇവരുടെ പേരാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന സൂറത്തുകളിലെല്ലാം മറ്റു പല വിഷയങ്ങളും അല്ലാഹു ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൂറത്ത് തുടക്കം മുതൽ ഒടുക്കം വരെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ്. സംഭവ ബഹുലമായ ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു ഓതി കൊടുക്കുകയാണ്, അല്ലാഹു അവതരിപ്പിച്ചു നൽകുകയാണ്. ഞാൻ പറഞ്ഞു, പരിശുദ്ധ ഖുർആനിലെ കഥകൾ അല്ലാഹുവിനെ പഠിപ്പിക്കാം. കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ചരിത്രത്തിലൂടെ അല്ലാഹുവിനെ പഠിപ്പിക്കുന്നു. നമ്മളുടെ ജീവിതവുമായിട്ട് ആ ജീവിതത്തെ കൂട്ടി വായിക്കാൻ ഓരോ സന്ദർഭങ്ങളെ, ആ പ്രവാചക ചരിത്രത്തിൽ നിന്നുള്ള സുപ്രധാനമായ സംഭവങ്ങളെ അല്ലാഹു ഒപ്പിയെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു പറഞ്ഞു കൊടുക്കാണ്. ഹിദായത്തായ ഖുർആൻ ലോകർക്ക് ഹിദായത്താണ്. സൂറത്ത് യൂസുഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്ക് ഓതി കേൾപ്പിച്ചു, കഥ പറഞ്ഞു കൊടുത്തു. അല്ലാഹു ആ സൂറത്ത് തുടങ്ങുന്നത് അലിഫ് ലാം റാ. അലിഫ് ലാം റാ. ഈ 3 അക്ഷരങ്ങൾക്ക് എന്താ പറയാ? അലിഫ് ലാം റാ, അലിഫ് ലാം മീം ഹാ മീം നൂൻ ഖാഫ്. എന്താ പറയാ? ഹറൂഫുൽ മുഖത്തആത്ത് എന്ന് പറയാ. ഹറൂഫുൽ മുഖത്തആത്ത്. ഈ ഹറൂഫുകൾക്ക് അങ്ങനെ പറയാം. അലിഫ് ലാം മീം, അലിഫ് ലാം റാ, അലിഫ് ലാം മീം സാദ്. ഇതിന് പ്രത്യേകമായ അർത്ഥങ്ങളില്ല. പ്രത്യേകമായ അർത്ഥങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു വന്നിട്ടില്ല. മുഫസ്സിരീങ്ങൾ പറഞ്ഞു, അതിന്റെ സിർ എന്താണെന്ന് അല്ലാഹുവിനറിയാം. ചില സൂഫിയാക്കളൊക്കെ ഈ അക്ഷരങ്ങളൊക്കെ വ്യാഖ്യാനിച്ചവരുണ്ട്. അലിഫ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവാണ്, ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവരുടെ വക വ്യാഖ്യാനിച്ചവരുണ്ട്. ഇല്ല, വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരേണ്ടത്, പഠിപ്പിച്ചു തരേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, സഹാബാക്കളാണ്. അവരിൽ നിന്നും സ്വഹീഹായിട്ട് വന്നതല്ലാതെ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. അപ്പൊ ഇതിന്റെ പിന്നിൽ അറബി ഭാഷയിൽ ഇറങ്ങിയ ഖുർആൻ, ഈ അക്ഷരങ്ങളിൽ വലിയ അത്ഭുതങ്ങളുണ്ട്. അറബികൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീ എന്നോതുമ്പോ അറബി സാഹിത്യപ്പെടുക്കളായ ആളുകൾ അന്തം വിട്ട് കേട്ടു നിന്നിട്ടുണ്ട്. എന്താണ് ഈ പറയുന്നത്? അവർക്കതിന്റെ രസം, അതിന്റെ മനോഹരമായ അവസ്ഥ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോവാ, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തെങ്കിലും നിങ്ങൾ കൊണ്ടുപോവാ എന്ന് അല്ലാഹു വെല്ലുവിളിച്ചിട്ടുണ്ടാരെ മക്കത്തെ ഖുറൈശികളെ. സൂറത്ത് യൂസുഫ് അല്ലാഹു തുടങ്ങിയത് അലിഫ് ലാം റാ. അലിഫ് ലാം റാ. മുഫസ്സിരീങ്ങൾ അങ്ങനെയാണ് അതിനെ വിശദീകരിച്ചത്. എന്നിട്ട് അല്ലാഹു തുടങ്ങിയത് തിൽക ആയാതുൽ കിതാബിൽ മുബീൻ. തിൽക ആയാതുൽ കിതാബ്. അൽ കിതാബ്. അൽ കിതാബ് ഏതാ? ഖുർആൻ. അൽ കിതാബ് ഖുർആൻ. അൽ കിതാബ് അലിഫ് ലാം ഇട്ട് അല്ലാഹു കിതാബിനെ പറഞ്ഞാൽ ഖുർആനിൽ അതേതാ കിതാബ്? ഖുർആനാണ്. അൽ കിതാബ്. തിൽക ആയാതുൽ കിതാബ്. ഇത് ആ കിതാബിലെ ആയത്തുകളാണ്, ഖുർആനിലെ ആയത്തുകളാണ്. അൽ മുബീൻ, സ്പഷ്ടമായ, വ്യക്തമായ, അവ്യക്തതകളില്ലാത്ത, അവ്യക്തമായതിനെ വ്യക്തമാക്കുന്ന, അവ്യക്തമായതിനെ ക്ലിയർ അല്ലാത്തതിനെ ക്ലിയർ ആക്കുന്ന ആയത്തുകളാണിത്. ആ ആയത്തുകളുള്ള ഖുർആനാണിത്. തിൽക ആയാതുൽ കിതാബിൽ മുബീൻ. എന്നിട്ട് അല്ലാഹു പറയാണ് ഇന്നാ അൻസൽനാഹു, തീർച്ചയായും നാം ഇതിനെ അവതരിപ്പിച്ചത്. ഇന്നാ അൻസൽനാഹു, തീർച്ചയായും നാം ഇതിനെ അവതരിപ്പിച്ചത്. ഖുർആനൻ, ഖുർആനായിക്കൊണ്ട്, വായിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമായിക്കൊണ്ട് ഞാൻ ഇതിനെ അവതരിപ്പിച്ചത്.
അവതരിച്ചു നൽകിയത്, ഇറക്കിയത് അറബിയൻ, അറബി ഭാഷയിലായിട്ടാണ്. അറബി ഭാഷയിൽ. എന്താണ് അറബി ഭാഷയുടെ പ്രത്യേകത? അഫ്സഹുൽ ലുഗ, ഏറ്റവും ഫസീഹായ ലുഗ, ഏറ്റവും ഒരു കാര്യത്തെ വളരെ ലഘുവായ വാക്കുകൾ കൊണ്ട് വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയാൻ പറ്റിയ ഭാഷ അത് അറബി ഭാഷ മാത്രമാണ്. മാത്രവുമല്ല, പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിക്കാൻ അള്ളാഹു തിരഞ്ഞെടുത്ത ഭാഷ അറബിയാണ്. അത് തന്നെ അറബി ഭാഷയുടെ മഹത്വത്തെ പറയുന്നു. അറബി ഭാഷ മഹത്വമുള്ള ഒരു ഭാഷയായതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഭാഷയിൽ അവതരിപ്പിച്ചത്. പണ്ഡിതന്മാർ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ അല്ലാഹു ഇറക്കിയത് മലക്കുകളിൽ ഏറ്റവും മഹോന്നതനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ. നാടുകളിൽ ഏറ്റവും നല്ല നാട് മക്കയിൽ, മനുഷ്യരിൽ ഏറ്റവും അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാസങ്ങളിൽ ഏറ്റവും നല്ല മാസമായ റമദാനിലാണ് പരിശുദ്ധ ഖുർആൻ അവതരിച്ചത്. ഭാഷകളിൽ ഏറ്റവും നല്ല ഭാഷയായ അറബിയിലാണ് പരിശുദ്ധ ഖുർആൻ അവതരിച്ചത്. വഖുർആനൻ അറബിയ്യൻ, അറബി ഭാഷയിൽ ഞാൻ ഖുർആനിനെ അവതരിപ്പിച്ചു. ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ, നിങ്ങൾ ചിന്തിക്കാൻ, കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിക്കാൻ, മനസ്സിലാക്കാൻ. മറ്റ് ഭാഷകളിൽ ഒരുപക്ഷെ അറബി ഭാഷയിലുള്ള ചില വാക്കുകളുടെ പ്രയോഗങ്ങളുടെ അർത്ഥം നമ്മൾ എത്ര വിശദീകരിച്ചാലും, എത്ര അത് മലയാളത്തിലോ മറ്റ് ഭാഷകളിലോ നമ്മൾ പറഞ്ഞാലും ആ അർത്ഥം കിട്ടൂല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആക്ക് നമ്മൾ അങ്ങനെ തന്നെ പഠിക്കണം എന്ന് പറയാൻ കാരണം ആ അറബിയിലുള്ള ആ ദുആയിൽ അല്ലാഹുവിന്റെ റസൂൽ ഉപയോഗിച്ച വാക്ക് നമ്മൾ മലയാളത്തിൽ ദുആ ചെയ്യാതിരുന്നാൽ നമുക്ക് ഒരുപാട് നേരം ദുആ ചെയ്യേണ്ടി വരും. അതേ സ്ഥാനത്ത് ആ ഒരൊറ്റ വാക്ക് പറയലോടുകൂടി വലിയ അർത്ഥങ്ങൾ ആ ഒരൊറ്റ വാക്കിന് വന്നു. അതാണ് വിശുദ്ധ ഖുർആനിന്റെ അറബി ഭാഷയുടെ ഒരു പ്രത്യേകത. 2 ആയത്തുകളിൽ പരിശുദ്ധ ഖുർആനിന്റെ ഭാഷയും പരിശുദ്ധ ഖുർആനെയും അല്ലാഹു പരിചയപ്പെടുത്തി. 3-ാമത്തെ ആയത്ത് മുതൽ അല്ലാഹു യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം തുടങ്ങലായി. നഹ്നു നഖുസ്സു അലൈക, താങ്കളുടെ മേൽ നാം വിവരിച്ചു തരികയാണ്, കഥ വിവരിച്ചു തരികയാണ്. ഖസ്സ യഖുസ്സു എന്ന് പറഞ്ഞാൽ കഥ പറയുക. കഥ പറയുന്നതാണ് ഖസ്സ യഖുസ്സു എന്ന് പറയാം. ഖസ്സ, ഇവിടെ നഖുസ്സു, നാം വിവരിച്ചു നൽകുന്നു, അലൈക, താങ്കളുടെ മേൽ, അഹ്സനൽ ഖസസ്, ഏറ്റവും നല്ല കഥ. കാരണം ജൂതന്മാരുടെ ചരിത്രമുണ്ട്, കഥയുണ്ട്. പക്ഷെ അതൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലമാകുമ്പോൾ അവർ പലതും കടത്തിക്കൂട്ടി ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചു. ഇല്ലാ കഥകൾ ഒരുപാട് ഇസ്രായേലിയാത്തുകൾ അവർ പ്രചരിപ്പിച്ചു. മുൻകാലഘട്ടത്തിലുള്ള പ്രവാചകന്മാരുടെ പേരിൽ ഒരുപാട് കഥകൾ അവർ മെനഞ്ഞുണ്ടാക്കി. തോന്നിയതുപോലെ പലരും പറഞ്ഞ് പ്രചരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ മുൻകാലത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ കഥകൾ ആധികാരികമായിട്ട് പറയുന്ന ഗ്രന്ഥം അത് ഖുർആൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് പല ജൂതന്മാർക്കും ഖുർആനിലെ ഈ കഥകൾ കേട്ടപ്പോൾ അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഖുർആനിന്റെ ആധികാരികത ബോധ്യപ്പെട്ടിട്ട്, ഖുർആൻ ആ കഥയെ വിശദീകരിക്കുന്നതിന്റെ ആ രീതി കണ്ടിട്ട് അല്ലാഹു പറഞ്ഞു, അഹ്സനുൽ ഖസസ്, ഏറ്റവും നല്ല കഥ. എന്തെങ്കിലും അതും ഇത് പറയലല്ല, ഏറ്റവും നല്ല കഥയാ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ. ഈ ഖുർആൻ അവതരിപ്പിക്കലോടുകൂടി, ഈ ഖുർആൻ അവതരിപ്പിച്ചു നൽകൽ കൊണ്ട് നിനക്ക് നല്ല കഥ ഞാൻ വിവരിച്ചു തരാം. മുഹമ്മദേ, നീ ഈ ചരിത്രത്തിൽ നിന്നും കഥയിൽ നിന്നും അശ്രദ്ധനായിരുന്നു. നിനക്കിത് അറിയില്ല, നിനക്കിത് മുമ്പ് അറിയില്ല. നിനക്ക് മുമ്പ് അറിയാത്ത ഒരു കഥയാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഖുർആന്റെ ആ കഥ പറയുന്നതിന്റെ തുടക്കം നോക്കി. അല്ലാഹു അത് കേൾക്കുന്ന സാമിഈകളായ സഹാബാക്കൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ആ കഥയിലേക്ക് അല്ലാഹു ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ മനോഹരമായ ഒരു കഥ പറഞ്ഞു തരാം. ഇതിന്റെ മുമ്പ് ഈ കഥയെ തൊട്ടും ഈ ചരിത്രത്തൊട്ടും നിങ്ങൾ ഗഫ്ലത്തിലായിരുന്നു, നിങ്ങൾക്ക് അറിയുമായിരുന്നില്ല ഈ കഥ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു തുടങ്ങണം.
إذ قال يوسف لأبيه يا أبت إني رأيت 11 كوكبا والشمس والقمر رأيتهم لي ساجدين. ഏകദേശം 2900 വർഷങ്ങൾക്ക് മുമ്പ് അവിടെയാണ് ഈ കഥ നടക്കുന്നത്. ഈജിപ്ത് അന്ന് പുരോഗമിച്ചു കൃഷിയിലും കലകളിലും കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിലും നാഗരികമായിട്ട് ഒരുപാട് പുരോഗമിച്ച കാലം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽ മനുഷ്യന്റെ പുരോഗതി തുടങ്ങി. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതട സംസ്കാരം കേട്ട് കാണും. അവിടുന്നാണ് മനുഷ്യൻ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ വളരുന്നത്. ഈ 2 നദികളെയും വെച്ചുകൊണ്ട് കൃഷി തുടങ്ങി. ചക്രങ്ങൾ പുരാതന മനുഷ്യൻ ആദ്യം ചക്രം കണ്ടുപിടിക്കുന്നത് ആ കാലഘട്ടത്തിലാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബാബിലോണിയൻ സംസ്കാരം. യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും തീരത്ത് മനുഷ്യൻ അതുവരെ മനുഷ്യന്മാരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പ്രദേശങ്ങളിൽ എത്തിയപ്പോൾ അവിടെയുള്ള ജലം ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്തു. അപ്പൊ കൃഷി ഉണ്ടാവാൻ തുടങ്ങി, ഫലഭൂഷ്ടമായ മണ്ണിൽ വിളകൾ ഉണ്ടാവാൻ തുടങ്ങി. അങ്ങനെ അവരവിടെ താമസാക്കി. അങ്ങനെയാണ് മനുഷ്യൻ സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് താമസം തുടങ്ങുന്നത്. മനുഷ്യന്റെ നാഗരികത തുടങ്ങുന്നത് അവിടെയാണ്. അങ്ങനെയാണ് സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് താമസാക്കുന്നത്. അങ്ങനെ സ്ഥിരമായിട്ട് താമസമാക്കിയ ആ മനുഷ്യരാണ് ആദ്യമായിട്ട് ബിൽഡിങ്ങുകളും വീടുകളും ഗോപുരങ്ങളും ഒക്കെ നിർമ്മിക്കാൻ തുടങ്ങിയത്. ഏറ്റവും കൂടുതൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയതും ആ കാലഘട്ടത്തിലാണ്. ഇബ്രാഹിം നബിന്റെ കാലം ഏറ്റവും കൂടുതൽ. ഓരോ നാട്ടിലും അവർ വലിയ ഗോപുരങ്ങൾ ഉണ്ടാക്കി. എന്നിട്ടത് ദൈവമാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ അവതാരമാണ് എന്ന് വിശ്വസിക്കാം. അവരുടെ പുരോഹിതന്മാർക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ അവരുടെ പ്രയാസങ്ങൾ മാറ്റാൻ ഒരു വിഗ്രഹം, ഇന്നതിനൊരു ദേവി, ഇന്നതിനൊരു ദേവൻ തുടങ്ങി വ്യത്യസ്തങ്ങൾ, അതിന്റെയൊക്കെ പേരുകളൊക്കെ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ അന്ന് ആരാധിച്ചുകൊണ്ടിരുന്ന വിഗ്രഹങ്ങൾ. അതിനുശേഷം യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം വരുമ്പോഴേക്ക് ചരിത്രം ഈജിപ്തിലാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം ഇറാഖിലാണ്. ഇബ്രാഹിം നബി ജനിച്ചു വളർന്നത് മക്കയിലല്ല. ചിലർക്ക് അങ്ങനത്തെ തെറ്റിദ്ധാരണയുണ്ട്. ഇബ്രാഹിം നബി മക്കത്താണ് ജനിച്ചു വളർന്നത്, അവിടെയാണ് കാബ ഉണ്ടാക്കിയത്, അവിടെ ആയതുകൊണ്ട് അവിടെയാണ് ഇബ്രാഹിം നബി ജനിച്ചത് വളർന്നതല്ല. ഇബ്രാഹിം നബിയുടെ നാട് ഇറാഖാണ്. ഇറാഖിലെ അഊർ എന്ന് പറയുന്ന സ്ഥലം, ബാബിലോൺ, അവിടെയാണ് അക്രമിയായ രാജാക്കന്മാരുണ്ടായത്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം, യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം അത് ഈജിപ്താണ്. ഈജിപ്തിന്റെ ഭരണത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ ഫിറഔനെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്. ഫിറഔൻ എന്നുള്ളത് ഒരു വ്യക്തിയുടെ പേരല്ല, അത് അവിടെയുള്ള രാജാക്കന്മാർക്ക് പറയുന്ന പേരാണ് ഫിറഔൻ. ഫറോവ രാജാക്കന്മാർ, ഒരു വ്യക്തിയുടെ പേരല്ല. ഫിറഔൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഫറോവയുടെ പേര് വേറെ മറ്റൊന്നാണ്. ഫറോവമാർ എന്നാ പറയാ, ഫിറഔനുമാര്. അപ്പൊ ഒരുപാട് ഫിറഔനുമാര് ഈജിപ്ത് ഭരിച്ചിട്ടുണ്ട്. പക്ഷേ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം വന്നപ്പോഴാണ് ഈജിപ്ത് ഭരിക്കുന്ന രാജാക്കന്മാർക്ക് ഫിറഔൻ എന്ന പേരിൽ, അവരുടെ തറവാട് പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. പക്ഷെ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടം, അതിനു മുമ്പ്, മൂസ നബിയുടെ ഒരുപാട് മുമ്പ് യൂസുഫ് നബിയുടെ കാലഘട്ടത്തിലുള്ള രാജാക്കന്മാരെ വെറും മലിക്ക് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അന്നേരം എന്ത് പ്രയോഗമില്ല, ഫിറഔൻ എന്ന പ്രയോഗമില്ല. രാജ്യം ഒരേ രാജ്യമാണ്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് പ്രായം 9 വയസ്സ്. തഫ്സീറുകൾ, തഫ്സീർ ത്വബരി, തഫ്സീർ ഖുർത്തുബി, ഇബ്നു കസീർ എല്ലാവരും സമർത്ഥിച്ച പ്രായം 9 വയസ്സ്. 9 വയസ്സുള്ള സമയത്താണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം സ്വപ്നം കാണുന്നത്. 9 വയസ്സ്. എന്താണ് സ്വപ്നം? അല്ലാഹു പറഞ്ഞു, ഇദ് ഖാല യൂസുഫ് പറഞ്ഞ സന്ദർഭം, ലി അബീഹി, തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം എന്താണ്? യാ അബതി, ഓ ബാപ്പാ, ഇന്നി റഅയ്തു 11 കൗകബ, ഞാൻ 11 നക്ഷത്രങ്ങളെ കണ്ടു. സൂര്യനെയും ചന്ദ്രനെയും ഞാൻ കണ്ടു. റഅയ്തുഹും, ഞാൻ അവരെ കണ്ടത്, ലീ സാജിദീൻ, എനിക്ക് സുജൂദ് ചെയ്യുന്നവരായിട്ട്,
എനിക്ക് സാഷ്ടാംഗം നമിക്കുന്നവരായിട്ട് 9 വയസ്സുള്ള യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഈ സ്വപ്നം കണ്ട ഉടനെ ഞെട്ടി ഉണർന്നു. ബാപ്പാന്റെ അടുക്കൽ പോയിട്ട് ബാപ്പാനോട് ഈ സ്വപ്നം പറയാണ്. ബാപ്പാ, ഞാനൊരു സ്വപ്നം കണ്ടു. ഇസ്ലാമിൽ സ്വപ്നത്തിന് വലിയ പ്രാധാന്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞു, റുഇയത്തുൽ മുഅ്മിനി ഹഖ്ഖുൻ, മുഅ്മിനിന്റെ സ്വപ്നം അത് സത്യമാണ്. ഹദീസാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്ദഖുഹും റുഅയ വ അസ്ദഖുഹും ഹദീസ. അവരുടെ കൂട്ടത്തിൽ മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ സത്യം പറയുന്നവരാണ് ഏറ്റവും സത്യസന്ധമായ സ്വപ്നം കാണുക. സത്യം പറയുന്നവരാണ് സത്യസന്ധമായ സ്വപ്നം കാണുക. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് സ്വപ്നം കാണുന്നവരെ 3 കാറ്റഗറിയായി തിരിച്ചു. 3 വിഭാഗം ആളുകൾ. ഒരു വിഭാഗം ആളുകൾ അത് പ്രവാചകന്മാരാണ്. അൽ അംബിയ, പ്രവാചകന്മാരുടെ സ്വപ്നം മുഴുവനും സത്യമാണ്. പ്രവാചകന്മാര് എന്തെങ്കിലും കാണൂല. പ്രവാചകന്മാരുടെ സ്വപ്നം മുഴുവനും സത്യമാണ്. രണ്ടാമത്തത് അസ്സാലിഹൂൻ, സ്വാലിഹീങ്ങളായ മനുഷ്യർ. പണ്ഡിതന്മാർ പറഞ്ഞു, ഇബ്നു അസ്ഖലാനി റഹിമഹുല്ലാഹ് വിശദീകരിക്കാണ്, അവർ സത്യസന്ധമായ സ്വപ്നവും കാണും, എന്നാൽ അതല്ലാത്ത സ്വപ്നവും അവർ കാണും. അദ്ഗാസു അഹ്ലാം എന്ന് പറയും, പാഴ് സ്വപ്നം. ശൈത്താൻ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുന്ന യുക്തിറാവായ സ്വപ്നം, മുക്തരിവായ സ്വപ്നം എന്ന് പറയും. അതായത് ഒന്നും വ്യക്തം ഉണ്ടാവില്ല, ഒരു സംഭവം അവ്യക്തമായിട്ട് ഒന്നും തിരിയില്ല. ചില സ്വപ്നങ്ങൾ കണ്ടാൽ ഒരു പിടുത്തം ഉണ്ടാവില്ല, എന്തൊക്കെയോ കാണുക. സ്വാലിഹീങ്ങളായ ആളുകൾ രണ്ടുണ്ടാവും. എന്നാൽ പണ്ഡിതന്മാർ പറഞ്ഞു, ആ വിലവ് ഏറ്റവും കൂടുതൽ സ്വാലിഹീങ്ങൾ കാണുന്ന സ്വപ്നം അത് സത്യമായിരിക്കും. മൂന്നാമത്തത് അവരല്ലാത്തവർ, സ്വാലിഹീങ്ങളായവരല്ലാത്ത സാധാരണക്കാരായ അല്ലെങ്കിൽ തിന്മകൾ ചെയ്യുന്ന, പാപങ്ങൾ ചെയ്യുന്ന ആളുകൾ, അവരിലും സത്യമായ സ്വപ്നം ഉണ്ടാവും, എന്നാൽ അത് കുറവായിരിക്കും. അവർ കാണുന്ന സ്വപ്നത്തിൽ സത്യം കുറവായിരിക്കും. ആര്? തിന്മകൾ ചെയ്യുന്ന ഫാസിഖീങ്ങളായ ആളുകൾ കാണുന്ന സ്വപ്നത്തിൽ സത്യം കുറവായിരിക്കും. അധികവും ശൈത്താൻ ഇടപെട്ടുള്ള സ്വപ്നങ്ങളായിരിക്കും അവർ കാണുക. മുഖ്തലിഫായ ഒരു അർത്ഥമില്ലാത്ത വെറുതെയുള്ള സ്വപ്നങ്ങളായിരിക്കും അവർ കാണുക. സ്വാലിഹീങ്ങളായ ആളുകൾ അവർ അധികവും കാണുക സത്യസന്ധമായ സ്വപ്നമായിരിക്കും. കാഫിരീങ്ങളുടെ സ്വപ്നവും ചിലപ്പോൾ സത്യമാകും. അവിശ്വാസികളായ ആളുകളുടെ സ്വപ്നവും ചിലപ്പോൾ സത്യമാകും, എന്നാൽ അത് അപൂർവമായിരിക്കും. എന്താണ് തെളിവ്? യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജയിലിലുള്ള 2 ജയിൽ പുള്ളികൾ സ്വപ്നം കണ്ടു, അതെന്തായി? സത്യമായി. രാജാവ് സ്വപ്നം കണ്ടു, അതെന്തായി? സത്യമായി. അപ്പൊ ചിലപ്പോൾ കാഫിരീങ്ങളായ ആളുകളുടെ സ്വപ്നവും സത്യമായിട്ട് വരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സ്വപ്നം കണ്ടാൽ അത് നല്ല സ്വപ്നമാണെങ്കിൽ മാത്രം നിങ്ങൾ പറയുക, മോശമുള്ള സ്വപ്നമാണെങ്കിൽ നിങ്ങൾ അത് ആരോടും പറയരുത്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അർറുയ അലാ ലിജ്രി ത്വായിരിൻ മാ ലം തുഅബ്ബർ. സ്വപ്നം ഒരാൾ കണ്ടാൽ ആ സ്വപ്നം അതൊരു പക്ഷിയുടെ കാലിന്റെ ചോട്ടിലാണ്. അതായത് ഒരു സ്വപ്നം ഒരാൾ കണ്ടാൽ അത് അസ്ഥിരമായിക്കൊണ്ട് ആകാശത്ത് പറക്കും. ആ സ്വപ്നം മാലം തുഅബ്ബർ, അത് വ്യാഖ്യാനിക്കപ്പെടുന്നത് വരെ, ആ സ്വപ്നം വ്യാഖ്യാനിക്കപ്പെടുന്നത് വരെ. ഫഇദാ ഉബ്ബിറത്, ഇനി ആ സ്വപ്നം വ്യാഖ്യാനിക്കപ്പെട്ടാൽ വഖഅത്, അത് സംഭവിക്കും. അതായത് ഒരു സ്വപ്നം ഒരാൾ കണ്ടു, ഒരാളോട് ആ സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞു, ആ സ്വപ്നം
ആ പറയപ്പെട്ട വ്യക്തി ആരോടാണോ നമ്മൾ ആ സ്വപ്നം പറഞ്ഞത്, ആ പറഞ്ഞ വ്യക്തി അത് വിശദീകരിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്താണോ വിശദീകരിച്ചു കൊടുത്തത് അതായിരിക്കും ചിലപ്പോൾ സംഭവിക്കാം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ തഖുസ്സഹ, നിങ്ങൾ ആ സ്വപ്നം പറയരുത്, ഇല്ലാ അലാ ലബീബിൻ ഔ ഹബീബിൻ, ബുദ്ധിയുള്ള ആളുടെ അടുത്തല്ലാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുടെ അടുത്തല്ലാതെ ആ സ്വപ്നം നിങ്ങൾ പറയരുത്. ഈ രണ്ടാൾക്കാരെ ആ സ്വപ്നത്തിന് നല്ല വ്യാഖ്യാനം പറഞ്ഞുതരും. ആ സ്വപ്നം നല്ലതാണെന്ന് പറയുന്നത് ഒന്ന് ബുദ്ധിയുള്ളവർ, ഓൻ അതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കി ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ വിശദീകരിച്ചു തരും. ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇന്നതാവാം. അല്ലെങ്കിൽ ഔ ഹബീബ്, നിങ്ങളോട് ഏറ്റവും ഗുണകാംക്ഷയുള്ള, നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ആളോട് മാത്രമേ നിങ്ങൾ സ്വപ്നം പറയാവൂ. കാരണം അവർ മോശമായിട്ട് നിങ്ങൾക്കെതിരെ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിൽ അതിന്റെ വ്യാഖ്യാനം പറഞ്ഞാൽ ഒരുപക്ഷെ അത് സംഭവിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്തിന് മുമ്പ് രാത്രിയിൽ സ്വപ്നം കാണുമായിരുന്നു. ആ സ്വപ്നം അതുപോലെ പകലിൽ നടക്കുമായിരുന്നു. ഇത് നുബുവത്തിന് മുമ്പുള്ള നുബുവത്തിന്റെ ഒരു ഭാഗമാണ്. 40 വയസ്സാകുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ സ്വപ്നം കണ്ടാൽ പകലിൽ ആ കണ്ട സ്വപ്നം അതുപോലെ ഫലിക്കും. പ്രവാചകന്മാരുടെ സ്വപ്നം നമ്മൾ പറഞ്ഞു, അത് പൂർണ്ണമായിട്ടും സത്യമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറുക്കാൻ സ്വപ്നമാണ് കണ്ടത്. സ്വപ്നത്തിലാണ് അള്ളാഹു അറിയിച്ചത്. ഇനി സ്വപ്നം അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള നിഅമത്താണ്. മുഅ്മിനീങ്ങൾക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെ ഒരുപക്ഷെ അള്ളാഹു മുൻകൂട്ടി സ്വപ്നത്തിലൂടെ അറിയിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലം യബ്ഖ മിനൻ നുബുവ്വതി ഇല്ലൽ മുബശ്ശിറാത്ത്, നുബുവ്വത്തിൽ നിന്നും മുബശ്ശിറാത്തുകൾ മാത്രമേ ബാക്കിയായിട്ടുള്ളൂ. സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് വമൽ മുബശ്ശിറാത്ത്, ഈ മുബശ്ശിറാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, റുഇയ സാലിഹ, സാലിഹായ സ്വപ്നങ്ങൾ. നുബുവത്ത് പൂർണ്ണമായി അല്ലെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടി നുബുവത്ത് നിന്നു. ബാക്കിയുള്ള നുബുവത്തിന്റെ ഭാഗം അത് സാലിഹായ മുഅ്മിനീങ്ങളുടെ സ്വപ്നമാണ്. അല്ലാഹു സ്വപ്നത്തിലൂടെയായിരിക്കും അവരെ അറിയിക്കുക. ഇൻസാറായിട്ടും അത് സ്വപ്നം അല്ലാഹു കാണിക്കും. ചില കാര്യങ്ങൾ അല്ലാഹു താക്കീത് ചെയ്യും സ്വപ്നത്തിലൂടെ. ചില കാര്യങ്ങൾ അല്ലാഹു താക്കീത് ചെയ്യും. വരാനിരിക്കുന്ന ചില അപകടങ്ങൾക്ക് സൂചന അല്ലാഹു സ്വപ്നത്തിലൂടെ മുഅ്മിനീങ്ങളെ അറിയിക്കും. അതുകൊണ്ട് സ്വപ്നം എന്നുള്ളത് നമ്മൾ തള്ളിക്കളയേണ്ട ഒരു സംഗതിയല്ല. കാലഘട്ടം ഇങ്ങോട്ടെത്തി ആരും കാര്യഗൗരവത്തിൽ എടുക്കാറില്ല. സ്വപ്നം കണ്ടാൽ അതങ്ങ് മറന്നു കളയുകയാണ് ചെയ്യാറ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരിക്കലും നമ്മൾ അതിന്റെ പിന്നിൽ തദബ്ബുർ നടത്താനും നിൽക്കരുത്. എന്തായിരിക്കും അതിന്റെ പിന്നിൽ? അത് നമ്മൾ എന്താക്കും? പ്രയാസപ്പെടുത്തും. ഖൈറാണ് എങ്കിൽ ആ ഖൈറിനെ തിരിച്ചറിയാൻ, ഇനി എന്തെങ്കിലും അപകട സൂചകമാണ് എങ്കിൽ അതിനെ മുൻകൂട്ടി അറിഞ്ഞ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും നിഅമത്തായിട്ട് അല്ലാഹു സ്വപ്നത്തെ വെച്ചു. വരാനിരിക്കുന്ന ഒരു അപകടം, അതിന് മുമ്പേ അല്ലാഹു സൂചനകൾ മുഅ്മിനിന്റെ സ്വപ്നം കാണിക്കും. ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് സ്വപ്നങ്ങൾ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മരിക്കുന്നതിന്റെ ഷഹീദാവുന്നതിന്റെ തൊട്ട് മുമ്പുള്ള രാത്രി ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഉസ്മാൻ നോമ്പ് നോറ്റിട്ടുണ്ടായിരുന്നു. ഉസ്മാൻ, നീ നോമ്പുകാരനല്ലേ, നോമ്പ് നമ്മളെടുത്ത് മുറിക്കാം. നീ നോമ്പുകാരനാണല്ലേ, നോമ്പ് നമ്മളെടുത്ത് മുറിക്കാൻ നമ്മളിലേക്ക് വാ, നമ്മളടുത്തേക്ക് വാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അന്നാണ് നോമ്പുകാരനായിരിക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുന്നത് മദീനയിൽ. അപ്പൊ സ്വപ്നം വലിയ വിഷയമാണ്. നല്ല സ്വപ്നങ്ങൾ കണ്ടാൽ അതെന്ത് ചെയ്യണം? ഹബീബായ നബീബായ ആളുകൾക്ക് അടുക്കൽ നിന്ന് നമുക്കതിന്റെ താബീറുകൾ, അതിന് ഇബ്നു സീരീനെ പോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാർ അതിന്റെ താബീറുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സ്വപ്നം അത് എന്തിനേക്ക് സൂചിപ്പിക്കുന്നു എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഭാര്യ, അവർ
മുമ്പ് കല്യാണം കഴിച്ച ഒരു വ്യക്തി മുർത്തദായി ക്രിസ്ത്യാനിയായി പോയി. ഹബിഷയിൽ വെച്ച് ക്രിസ്ത്യാനിയായി പോയി. ക്രിസ്ത്യാനിയാകുന്നതിന്റെ ഒരു മാസം മുമ്പ്, മുർത്തദാകുന്നതിന്റെ ഒരു മാസം മുമ്പ് ഈ സ്ത്രീ, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെയാണ് കല്യാണം കഴിച്ചത്. ആ സ്ത്രീ സ്വപ്നം കണ്ടായിരുന്നു, വലിയ സമുദ്രത്തിൽ ഈ വ്യക്തി ആഴ്ന്നു പോകുന്നത് സ്വപ്നം കണ്ടായിരുന്നു. ആ സ്വപ്നത്തിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ടാണ് ആ മനുഷ്യൻ ഇസ്ലാം വിട്ട് മറ്റു മതത്തിലേക്ക്, ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറിപ്പോയി എന്ന വിവരം അറിയാൻ സാധിക്കുന്നത്. അപ്പൊ സ്വപ്നത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് കാര്യം അറിയിക്കും. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു. സ്വപ്നത്തിന്റെ വ്യാഖ്യാനം, തഅ്വീലുൽ അഹാദീസ്, സ്വപ്നത്തിന്റെ വ്യാഖ്യാനം യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു പഠിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ സ്വപ്നം പറയുകയും അല്ലെങ്കിൽ സ്വപ്നത്തിന്റെ ഗൗരവം നഷ്ടപ്പെടുകയും ചെയ്തത്? ഒരു വിഭാഗം ആളുകൾ ഈ സ്വപ്നം എന്നുള്ളത് ഹക്കാണ് എന്ന് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിൽ അവർ കള്ള സ്വപ്നം പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഒരാൾക്ക് ഔലിയാവണമെന്ന് തോന്നിയാൽ അയാളെ പിറ്റേന്ന് എണീച്ചിട്ട് പറയും, ഞാൻ മുഹമ്മദ് നബിയെ സ്വപ്നം കണ്ടു, മുഹമ്മദ് നബി എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു നീ നാളെ മുതൽ ഔലിയാണ്. എങ്ങനെയുണ്ട്? അപ്പൊ ഞാൻ ഔലിയാണ്. സ്വപ്നം ശരിയല്ലേ? സ്വപ്നം കണ്ടൂടെ? സ്വപ്നം സത്യമല്ലേ? ആണ്. അതുകൊണ്ട് ഞാൻ സ്വപ്നം കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനുഷ്യരിൽ ഏറ്റവും വലിയ കളവ്, ഒരു മനുഷ്യൻ പറയുന്ന കൂട്ടത്തിൽ ഏറ്റവും വലിയ കളവ് അവൻ കാണാത്ത സ്വപ്നം കണ്ടു എന്ന് പറയാനാണ്. ഏറ്റവും വലിയ കളവ്. ചിലര് സ്വപ്നം കളവ് പറയും. ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു പറഞ്ഞിട്ട് ആ കേൾപ്പിക്കുന്ന ആളെ, ഇവന്റെ സ്വപ്നത്തിൽ ഇന്നതൊക്കെ വന്നിട്ടുണ്ട്, ഇവൻ സ്വപ്നം കാണുന്നുണ്ട് നടക്കാൻ പോകുന്ന കാര്യത്തെ. അല്ലെ, ചിലര് പറയും, ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച സ്വപ്നത്തിൽ കണ്ടിരുന്നു, ഇതേപോലെ നടക്കുന്നു. വെറുതെ പറയാ. കാണാവോ? ആവാം. നമ്മൾ പറഞ്ഞു മുഅ്മിനീങ്ങൾക്ക് സത്യമായ സ്വപ്നമുണ്ടാവാം. എന്നാൽ അത് ചൂഷണം ചെയ്ത് ശിർക്ക് പ്രചരിപ്പിക്കാനും ബിദ്അത്ത് പ്രചരിപ്പിക്കാനും ഒരു വിഭാഗം ആളുകൾ സ്വപ്നത്തെ ഉപയോഗിച്ചു. അനാവശ്യമായി ഓരോ ദിവസവും ഓരോ സ്വപ്നം അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂട്ടത്തിലുള്ള നേതാവിന് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കൊടുക്കുന്നതായിട്ട് അവർ സ്വപ്നം കണ്ടു. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേതാക്കൾക്ക് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കൊടുക്കുന്നു. അതുകൊണ്ട് നമ്മുടെ നേതാവ് സ്വർഗത്തിലാണ്, ആ നേതാവിനെ പിടിച്ചോരക്ക് സ്വർഗത്തിലാണ്. ഒറ്റയടിക്ക് അവരെല്ലാരും സ്വർഗത്തിലെത്തിക്കാൻ ഒരു കള്ള സ്വപ്നം. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്വപ്ന കഥകൾ പറഞ്ഞ്, ഇല്ലാ കഥകൾ പറഞ്ഞ് ദീനിൽ പുതുതായി ശിർക്കും കുഫ്റും പ്രചരിപ്പിക്കാൻ ഒരു കൂട്ടം ആളുകൾ ശ്രമിച്ചപ്പോൾ നമ്മൾ ശക്തമായിട്ട് അതിനെതിരെ സംസാരിച്ചു. ഇല്ല, അങ്ങനെയൊന്നും സ്വപ്നം കാണൂല. അങ്ങനെയാണ് സ്വപ്നത്തിന്റെ ഒരു ഗാംഭീര്യം കുറഞ്ഞു പോയത്. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, സ്വപ്നം കൊണ്ട് ഇസ്ലാമിന്റെ ഒരു ഹലാലും ഹറാമാവൂല. നല്ല മുഅ്മിനായ, ആബിദായ, നല്ല സ്വാലിഹായ ഒരു മനുഷ്യൻ, നമുക്കൊക്കെ അയാൾ സ്വാലിഹാണ്. ആ മനുഷ്യൻ വന്നിട്ട് പറയാണ്, ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു, ഇനി മുതൽ നമുക്ക് ഇന്ന ഹറാം ഹലാലാണെന്ന് അല്ലാഹു എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞു. വിധിക്കോ? ഇല്ല. ശർഈയായ ഒരു നിയമത്തെയും സ്വപ്നം എന്താക്കൂല? തെളിവായി സ്വീകരിക്കൂല. ശർഈയായ ഒരു നിയമത്തിനെതിരെയും സ്വപ്നത്തെ ദലീലായി സ്വീകരിക്കൂല. മാത്രവുമല്ല, പണ്ഡിതന്മാർ പറഞ്ഞു, സ്വപ്നം കാണുക എന്നുള്ളത് നിഅമത്താണ്. അത് ആ വ്യക്തിക്ക് അല്ലാഹു നൽകുന്ന കറാമത്താണ്. അതുകൊണ്ട് വഞ്ചിക്കപ്പെടാതിരിക്കുക. ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വപ്നം കണ്ടു, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ വലിയ ആളാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വപ്നം കണ്ട് നമ്മുടെ നാട്ടില് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വപ്നം കണ്ട ആളെ കൈമുത്താൻ പറ്റും. എന്തിനാ? അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വപ്നത്തിൽ കണ്ട വ്യക്തിയാണ് ഇയാള്, അയാളെ കൈമുത്തുക, അയാളങ്ങനെ ആക്കുക, അയാളെ ചുറ്റും കൂടുക, അയാളെ. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ സ്വപ്നത്തിന്റെ ഗാംഭീര്യം കുറഞ്ഞു. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് മുഅ്മിനീങ്ങളുടെ സ്വപ്നം ഹഖാണ്. ചിലപ്പോൾ ഭാര്യമാരെ സ്വപ്നം കാണും, ഭർത്താക്കന്മാരോട് പറയും, തട്ടിവിടേണ്ട ചില കാര്യങ്ങളുടെ സൂചന. എത്രത്തോളം പണ്ഡിതന്മാര് പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന ചില തിന്മകൾ ആ തിന്മകൾ അധികരിക്കുന്നുണ്ട് എന്നുള്ളത് ചിലപ്പോൾ സ്വപ്നത്തിൽ നമുക്ക് വാണിങ്ങി തരും.
പല രൂപത്തിലും ആവാം. അത് ഡയറക്റ്റ് പറയലല്ല, നീ തിന്മ ചെയ്യുന്നുണ്ട് ഡയറക്റ്റ് പറയലല്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും നമ്മൾ സ്വപ്നം കാണാം. അതിന്റെ വ്യാഖ്യാനം, അതിന്റെ സൂചന ഇതായിരിക്കും. തിന്മകൾ അധികരിക്കുന്നുണ്ട്, തൗബ ചെയ്യാൻ സമയമായിട്ടുണ്ട് എന്ന് സൂചന അല്ലാഹു തരും. വലിയ അപകടം വരാൻ പോകുന്നുണ്ട്, ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ നേരിടാൻ പോകുന്നുണ്ട്, മാനസികമായിട്ടെല്ലാം ഒരുങ്ങിക്കോ എന്ന സൂചന ചിലപ്പോൾ അല്ലാഹു തരും. വലിയ നിഅമത്തുകളും സന്തോഷ വാർത്തകളും നിനക്ക് വരാൻ പോകുന്നുണ്ട്, അള്ളാഹുവിന്റെ മുമ്പിൽ കൂടുതൽ നന്ദിയുള്ള അടിമയായിക്കൊണ്ട് ജീവിക്കാൻ തുടങ്ങിക്കോ എന്നുള്ള വാർത്തയും അല്ലാഹു സ്വപ്നത്തിലൂടെ തരും. യൂസഫ് അലൈഹിസ്സലാത്തു വസ്സലാം സ്വപ്നം കണ്ടപ്പോ യാക്കൂബ് നബി അതിനെന്താക്കിയിട്ടില്ല, നിസ്സാരമായിട്ട് കണ്ടിട്ടില്ല. യാക്കൂബ് നബി പറഞ്ഞു, ഇത് വേർവിട്ട് കിടക്കുന്ന ഒരു സ്വപ്നമാണ്, അള്ളാഹു അതിനെ ഒരുമിച്ച് കൂട്ടിത്തരുമെന്ന് പറഞ്ഞു. യാക്കൂബ് നബി യൂസഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു. മാത്രമല്ല യാക്കൂബ് നബി പറഞ്ഞു, യാ ബുനയ്യ ഖാല യാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക ഫയകീദു ലക കൈദാ ഇന്ന അശ്ശൈത്താന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം 9 വയസ്സ് പ്രായമുള്ള യൂസഫ് ആകുന്ന മോൻ ഒരു സ്വപ്നം കണ്ടിട്ട് വന്ന് പറഞ്ഞപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ആ ചെറിയ മകന് മറുപടി പറയാണ്. നമ്മളാണെങ്കിലോ പോയി ഉറങ്ങണം അല്ലെ, പോയി ഉറങ്ങുമോനെ ഈ പറഞ്ഞാക്ക്, അങ്ങനത്തെ കാണും അല്ലെ. യൂസഫ് അലൈഹിസ്സലാത്തു വസ്സലാം യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം യൂസഫിന്റെ സ്വപ്നത്തെ വളരെ സീരിയസ് ആയിട്ട് എടുത്തു. എന്നിട്ട് പറഞ്ഞു, യാ ബുനയ്യ മോനെ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക, നിന്റെ സഹോദരന്മാരോട് ഈ സ്വപ്നത്തെ കുറിച്ച് പറയരുത്. കാരണം ഈ കണ്ടിരിക്കുന്ന സ്വപ്നം യാക്കൂബ് നബി കേട്ടപ്പോൾ തന്നെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും യൂസഫ് നബിക്ക് സുജൂദ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് യൂസഫ് നബിനെ മഹത്വപ്പെടുത്തലാണ്. അത് വലിയ മഹത്വത്തിന്റെയും വലിയ കറാമത്തിന്റെയും ഭാഗമാണ് എന്ന് ബോധ്യപ്പെട്ട യാക്കൂബ് നബി പറഞ്ഞു, ആരോടും പറയണ്ട, ആരോടും പറയണ്ട. എന്തുകൊണ്ടാണ് പറയണ്ട എന്ന് പറഞ്ഞത്? അവർ എന്തെങ്കിലും കുതന്ത്രം പ്രയോഗിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ സ്വപ്നം കണ്ടാൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്നത് വരെ, നല്ല രൂപത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്നത് വരെ നിങ്ങൾ പുറത്താരോട് പറയരുത്. എന്തിനാ? ഇതിൽ നിന്ന് പണ്ഡിതന്മാരെടുത്തു, നിങ്ങൾക്ക് എന്തെങ്കിലും നിഅമത്ത് കിട്ടാൻ പോകുന്നുണ്ട് എങ്കിൽ അത് കിട്ടുന്നത് വരെ നിങ്ങൾ ജനങ്ങളോട് പറയരുത്. ഈ സംഭവത്തിൽ നിന്നും പണ്ഡിതന്മാർ പറഞ്ഞു, എന്തെങ്കിലും നിഅമത്ത് അത് കിട്ടുന്നതിന്റെ മുമ്പ് ജനങ്ങളോട് പറയരുത്. നിഅമത്തിനെ മറച്ചു വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എല്ലാരോടും പറയരുത്. എന്തുകൊണ്ട്? ഫയകീദൂനക കൈദാ. ഒരു ബിസിനസിന് പ്ലാൻ ഇട്ടു, കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് വരികയാണ്, എല്ലാം പൂർത്തിയായി സക്സസ് ആയി അടിപൊളിയായിട്ട് അന്ന് പറയാം. ഇന്നൊരു തുടക്കത്തിലേ പറഞ്ഞാലോ അല്ലെ? കൈത് വെക്കുന്ന ആളുകൾ, ദുഷിച്ച മനസ്സുള്ള ആളുകൾ അസൂയ വെക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാവലിനെ ചോദിച്ച ടീമാണ് അവർ. ഖുർആനിൽ അല്ലാഹു നമ്മളോട് അല്ലാഹുവിനോട് കാവലിനെ തേടണം എന്ന് പറഞ്ഞൊരു വിഭാഗം ആളുകളുടെ വിഷയത്തിൽ ആരാണവർ? ഹാസിദീങ്ങളാണ്. എന്താണ് ഹസദ്? ഒരാളുടെ നന്മ അത് നീങ്ങിപ്പോവാൻ ആഗ്രഹിക്കുക, അതാണ് ഹസദ്. നീങ്ങിപ്പോവാൻ ആഗ്രഹിക്കുക. ഹസദ് 2 രൂപത്തിലുണ്ട്. ഒന്ന് ഹസദ്, മറ്റൊന്ന് ഗിബ്തത്ത്. ഗിബ്തത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ലഭിച്ച നന്മ അതുപോലെ എനിക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കുക. ഒരാൾക്ക് അള്ളാഹു കൊടുത്ത നിഅമത്ത് അയാൾക്ക് ആ നിഅമത്ത് കിടക്കണം, അയാൾക്ക് അത് ഉണ്ടാവണം, പക്ഷെ അതുപോലെ എനിക്കും വേണം. അതിന് ഗിബ്തത്ത് എന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പറഞ്ഞത് 3 വിഷയത്തിലേ പാടുള്ളൂ എന്ന് പറഞ്ഞു. 3 വിഷയത്തിലേ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഒന്ന് സമ്പത്തിന്റെ വിഷയത്തിലാവാം. എന്താണ്? ഒരാൾക്ക് അള്ളാഹു സമ്പത്ത് കൊടുക്കുകയും അയാൾ ഒരുപാട് സദഖകൾ ചെയ്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കുന്നത് കണ്ടാൽ, അള്ളാഹുവെ എനിക്കും അതുപോലെ സമ്പത്ത് തന്നാൽ ഞാൻ അതുപോലെ ചെലവഴിക്കും എന്ന് ആഗ്രഹിക്കാം എന്ന്
ആഗ്രഹിക്കാം. എനിക്കും അതുപോലെ അള്ളാഹുവെ ഈ സമ്പത്ത് തന്നാൽ ഞാനും അതുപോലെ സദഖകൾ കൊടുത്ത് അള്ളാഹുവെ നിന്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിക്കുമെന്ന് ആഗ്രഹിക്കാം. രണ്ടാമത്തത് ഇൽമ്. ഒരാൾക്ക് അള്ളാഹു ഒരുപാട് അറിവ് കൊടുത്തു. അള്ളാഹു ഒരാൾക്ക് ഒരുപാട് അറിവ് കൊടുത്തു. അള്ളാഹുവെ എനിക്കും നീ അതുപോലെ അറിവ് വർദ്ധിപ്പിച്ചു തന്നാൽ ഞാനും അയാൾ ചെയ്യുന്നത് പോലെ ജനങ്ങൾക്ക് ദഅവത്ത് ചെയ്ത് ജനങ്ങൾക്ക് ഇൽമ് പറഞ്ഞു കൊടുക്കും എന്ന് ആഗ്രഹിക്കാം. ഈ വിഷയത്തിലാണ് നമുക്ക് ഈ ഗിബത്ത് പറ്റുന്നത്. ഗിബത്ത് അനുവദിക്കപ്പെട്ടത് ഈ വിഷയങ്ങളിലാണ്. മറ്റു ദുനിയാവിന്റെ വിഷയങ്ങളിലെ മറ്റൊന്നും ഗിബത്ത് പോലും അനുവദിക്കപ്പെട്ടിട്ടില്ല. അവനവനത് കിട്ടിയതിൽ തൃപ്തിപ്പെടാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചത്. അപ്പൊ ഹാസിദീകളെ നമ്മൾ പേടിക്കണം, ഹസാദുകളെ നമ്മൾ പേടിക്കണം. അവർ നമ്മളുടെ നന്മകളെ ഇല്ലാതാക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഐനു ഹഖ്ഖുൻ എന്ന് പറഞ്ഞു. കണ്ണേർ അത് ഹഖ്ഖാണ്. കണ്ണേർ അത് ഹഖ്ഖാണ്. ചിലപ്പോൾ അത് ആ വ്യക്തിയെ ഖബറിലെത്തിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നശിപ്പിച്ചു കളയും. ഖബറിലെത്തിക്കും. അപകടമാണ്. അതുകൊണ്ട് തന്നെ നിഅമത്തുകൾ നമുക്ക് ലഭിച്ചാൽ അതിന്റെ പരിപൂർണമായ അവസ്ഥ വരെ നമ്മൾ അത് മറച്ചു വെക്കുക എന്നുള്ളത് നല്ലൊരു രീതിയാണ്. മാത്രവുമല്ല, നിഅമത്തുകൾ എല്ലാവരോടും പറയരുത്. നമ്മളോട് ഗുണകാംക്ഷിയായ, നമ്മളോട് നന്മയുള്ള, നമ്മുടെ വിഷയത്തിൽ പുരോഗതിയും വളർച്ചയും ആഗ്രഹിക്കുന്നവരോട് മാത്രം നമ്മുടെ നിഅമത്തുകൾ പറയാം. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾ നിങ്ങളോട് നിഅമത്ത് എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പഠിപ്പിച്ചു. അല്ലേ? ബാറക്കല്ലാഹു ഫീക്. ദുആ ചെയ്യണം. അല്ലാഹു നിനക്ക് ബർക്കത്ത് നൽകട്ടെ, അല്ലാഹു നിനക്കതിൽ ബർക്കത്ത് നൽകട്ടെ എന്ന് ദുആ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഇവിടെ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ഫയകീദു ലക കൈദാ, മോനെ നീ ജ്യേഷ്ഠന്മാരോട് പറയേണ്ട, അവരെന്തെങ്കിലും കുതന്ത്രം കാണിക്കും. കാരണം അനുജൻ യൂസുഫ് വലിയൊരു സ്വപ്നം കണ്ടിരിക്കുകയാണ്. യൂസുഫിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും വലിയ അനുഗ്രഹങ്ങളും വരാൻ പോകുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണെന്ന് മറ്റു സഹോദരന്മാരെ മനസ്സിലാക്കുകയും നിനക്കെതിരെ എന്തെങ്കിലും കുതന്ത്രം കാണിക്കാൻ അവർ ഒരുങ്ങുകയും ചെയ്യും. എന്നിട്ട് അല്ലാഹു ആയത്തിനെ പൂർത്തിയാക്കിയത് ഇന്നശ്ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. ഇന്നശ്ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വുൻ മുബീൻ. മോനെ, മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ് ശൈത്താൻ. ശൈത്താൻ ഇടപെടും. സഹോദരന്മാർക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ, അവരുടെ ബന്ധങ്ങളെ ഇല്ലാതാക്കാൻ ശൈത്താൻ ഇടപെടും. അതുകൊണ്ട് സഹോദരന്മാരെ നീ ഈ സ്വപ്നം അറിയിക്കണ്ട. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകിയ വലിയ ഉപദേശം, പാതിരാത്രി തന്റെ മക്കൾ വന്ന് സ്വപ്നം പറഞ്ഞ പൊന്നുമോനോട് യാക്കൂബ് നബി കൊടുത്ത ഉപദേശം ഇതാണ്. 9-ാമത്തെ വയസ്സ്. 9-ാമത്തെ വയസ്സിൽ സ്വപ്നം കണ്ട് ബാപ്പാനോട് പറഞ്ഞു. ആ ചരിത്രം അവിടെ തീർന്നു. മോൻ സ്വപ്നം പറയുന്നു, ബാപ്പത് വിശദീകരിക്കുന്നു, ആ സ്വപ്നം അവിടെ തീർന്നു. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കൊണ്ട് ജീവിക്കാൻ തുടങ്ങി. 14-ാമത്തെ വയസ്സ്. 9 വയസ്സിന് 14-ാമത്തെ വയസ്സ്. 5 വർഷത്തിന്റെ വ്യത്യാസത്തിൽ ഈ സഹോദരന്മാർ വലിയ പ്ലാനുകൾ ഉണ്ടാക്കി യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബാപ്പയിൽ നിന്നും കൊണ്ടുപോവാൻ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കിൽ നിന്നും യൂസുഫിനെ വിട്ടുകിട്ടാൻ അവർ പ്ലാനുകൾ ഉണ്ടാക്കി. മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു, ഈ സ്വപ്നം ആ സഹോദരന്മാർ എങ്ങനെയോ അറിഞ്ഞു. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സ്വപ്നം ആ സഹോദരന്മാർ അറിഞ്ഞു. വ്യത്യസ്തങ്ങളായ ചരിത്രമുണ്ട്. ചിലര് പറഞ്ഞത് യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ സ്വപ്നം യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ അവരുടെ ഉമ്മ അത് കേൾക്കുന്നുണ്ടായിരുന്നു. മറ്റ് സഹോദരന്മാരുടെ ഉമ്മ അത് കേൾക്കുന്നുണ്ടായിരുന്നു. ആ സ്ത്രീയാണ് അവരോട് പോയിട്ട് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വപ്നം പറഞ്ഞു കൊടുത്തത്. അങ്ങനെ അത് അവർ അറിയുകയും അവർ പ്ലാൻ ചെയ്യുകയും ചെയ്തു. 14-ാമത്തെ വയസ്സിലാണ് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവർ കൊണ്ടുപോകുന്നത്. പ്രായം പറയുന്നത് നമുക്ക് തസവ്വുറാവാം.
മുഫസ്സിരീങ്ങൾ വ്യത്യസ്തങ്ങളായ പ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏകോപിച്ച് പറഞ്ഞ ഇമാം തുബരിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞ പ്രായം 14 വയസ്സാണ്. അള്ളാഹു പറയുന്നു അപ്രകാരം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞു, നിന്റെ റബ്ബ് നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു, നിനക്ക് പഠിപ്പിച്ചു നൽകിയിരിക്കുന്നു, മിൻ തഅ്വീലിൽ അഹാദീസ്, സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. തഅ്വീലുൽ അഹാദീസ് എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അല്ലാഹു നിനക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. വയുതിമ്മു നിഅമതഹു അലൈക, നിന്റെ മേൽ അല്ലാഹു നിഅമത്ത് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅലാ ആലി യഅഖൂബ്, യാഖൂബിന്റെ കുടുംബത്തിന്റെ മേലും അല്ലാഹു നിഅമത്ത് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. കമാ അതമ്മഹാ അലാ അബവൈക മിൻ ഖബ്ലു ഇബ്രാഹീമ വ ഇസ്ഹാഖ്, നിങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പിതാവായ ഇസ്ഹാഖിനും അത് അവരുടെ പിതാവായ ഇബ്രാഹീമിനും ഏതുപോലെയാണോ അല്ലാഹു നിഅമത്തുകൾ പൂർത്തിയാക്കി കൊടുത്തത്, അതുപോലെ ഇതാ താങ്കൾക്കും നിഅമത്ത് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിഷയത്തിൽ അല്ലാഹു പറഞ്ഞത്, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു ആ ചെറിയ പ്രായത്തിൽ നിന്ന് തന്നെ അല്ലാഹു നിഅമത്തുകൾ നൽകാൻ തുടങ്ങി. ഇത് ചരിത്രത്തിന്റെ തുടക്കമാണ്. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിടാതെ കൂടി എപ്പോഴും, പ്രത്യേകിച്ച് ഈ സ്വപ്നം കണ്ടതിന് ശേഷം ഈ സഹോദരന്മാർ മകനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന പേടി യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ട്. അത് ഹസദ് വെച്ച് കളയുമോ, അവരെ പ്രയാസപ്പെടുത്തുമോ, അവരെ ബുദ്ധിമുട്ടിക്കുമോ എന്ന പേടി യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും യൂസുഫ് നബി യാക്കൂബ് നബിയുടെ കൂടെയുണ്ട്. അല്ലാഹു പറയാണ്, ലഖദ് കാന ഫീ യൂസുഫ, ഇതുവരെ യൂസുഫ് നബിയെ കുറിച്ചാണ് പറഞ്ഞത്. എന്നിട്ട് എന്താ പറയാ, ലഖദ് കാന ഫീ യൂസുഫ വ ഇഖ്വതിഹി, യൂസുഫിന്റെയും അവന്റെ സഹോദരന്മാരുടെയും വിഷയത്തിൽ ആയാത്തുൻ, നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്, ലിസ്സായിലീൻ, ചോദിക്കുന്നവർക്ക്, ലിസ്സായിലീൻ, ചോദിക്കുന്നവർക്ക്, ചോദിച്ച് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്, ചോദിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് യൂസുഫിലും യൂസുഫിന്റെ സഹോദരന്മാരിലും ദൃഷ്ടാന്തമുണ്ട്, ആയാത്തുണ്ട്. എന്നിട്ടാണ് അല്ലാഹു കഥ പറഞ്ഞു തുടങ്ങുന്നത്. ഈ സഹോദരന്മാർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മൂത്ത ആളുകളാണ്. യൂസുഫ് നബി ഇളയതാണ്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒന്നാമത്തെ ഭാര്യയിലുള്ള 2 മക്കളാണ് യൂസുഫ് നബിയും അനുജൻ ബിനിയാമീനും. ചരിത്രത്തിൽ യൂസുഫ് നബിക്ക് ഒരു പെങ്ങളുണ്ടായിരുന്നു എന്നുണ്ട്, ഒരു സഹോദരിയും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ട്. മറ്റ് സഹോദരന്മാർ അവർ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറ്റൊരു ഭാര്യയിലുള്ള സഹോദരന്മാരാണ്, മറ്റു ഭാര്യയിലുള്ള മക്കളാണ്. യാക്കൂബ് നബിയുടെ മറ്റൊരു ഭാര്യയിലുള്ള മക്കളാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ ചെറുപ്പത്തിലെ, യൂസുഫ് നബിയുടെ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചെറുപ്പത്തിൽ തന്നെ യൂസുഫ് നബിയുടെ ഉമ്മ മരണപ്പെട്ടു പോയി. പിന്നെ ഉള്ളത് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് രണ്ടാമത്തെ ഭാര്യയും അവരുടെ മക്കളും, യൂസുഫ് നബിയും യൂസുഫ് നബിയുടെ അനുജൻ ബിന്യാമീനും. ഉമ്മയില്ലാത്ത മക്കളായതുകൊണ്ട് തന്നെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മറ്റുള്ളവരെക്കാൾ അധിക സ്നേഹം ഇവർക്ക് കൊടുത്തു. സ്വാഭാവികം, അധിക സ്നേഹം ഇവർക്ക് കൊടുത്തു. അങ്ങനെയാണ് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് നബിനെ അധികമായിട്ട് സ്നേഹിക്കുന്നത്. യൂസുഫ് നബിക്ക് അന്ന് 9 വയസ്സാണ് എങ്കിൽ അനുജൻ ബിന്യാമീൻ അതിനേക്കാൾ താഴെയാണ്, അല്ലെ, അതിനേക്കാൾ താഴെയാണ്. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ശൈത്താൻ സഹോദരന്മാർക്കിടയിൽ ഇറങ്ങി. ശൈത്താൻ സഹോദരന്മാർക്കിടയിൽ ഇറങ്ങി. മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, സഹോദരന്മാർ ആട്ടിനെ മേയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഒറ്റപ്പെട്ട് ഗൂഢാലോചന നടത്തുന്നതിനിടയിൽ ശൈത്താൻ അവർക്കിടയിൽ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അവരോട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലാനുള്ള പ്ലാന് ശൈത്താൻ പറഞ്ഞു കൊടുത്തു. ശൈത്താനാണ് പറഞ്ഞത്, നിങ്ങൾ യൂസുഫിനെ ഇല്ലാതാക്കിയാൽ നിങ്ങളുടെ ബാപ്പാനെ നിങ്ങൾക്ക് കിട്ടും, നിങ്ങളുടെ ബാപ്പാനെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ യൂസുഫിനെ ഇല്ലാതാക്കണം. ബാപ്പ യൂസുഫിൽ അഡിക്റ്റ് ആയിട്ടാണുള്ളത്.
നമ്മുടെ കുടുംബത്തിലും നമ്മളൊക്കെ ഇത് പഠിക്കുന്നത്, ഇത് അറിയുന്നത് നമ്മളുടെ സഹോദരന്മാർക്കിടയിൽ, നമ്മുടെ കുടുംബത്തിൽ ശൈത്താൻ പണിയെടുത്തുകൊണ്ടേയിരിക്കും, തെറ്റിക്കാൻ പണിയെടുത്തുകൊണ്ടേയിരിക്കും. അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ബുദ്ധിമാന്മാർ ചെയ്യുന്ന സംഗതി. അത് തിരിച്ചറിയുന്നത് ശൈത്താന്റെ ഇടപെടലാണ് എന്ന് തിരിച്ചറിയണം. ചിലപ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്ക് പല ചിന്തകളും ശൈത്താൻ കൊണ്ടുവന്ന് തരും. നീ ഇങ്ങനെ പറയണം, എങ്ങനെ, നീ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇന്നത് പറയണം, ഒരിക്കലും വിടാൻ പാടില്ല. എത്രത്തോളം നമ്മൾ പറയേണ്ട വാക്കുകൾ പോലും ശൈത്താൻ നമുക്ക് പറഞ്ഞു തരും. നമ്മൾ ഇതുവരെ പ്രയോഗിക്കാത്ത പ്രയോഗങ്ങൾ പോലും ശൈത്താൻ പറഞ്ഞു തരും, പഠിപ്പിച്ചു തരും. എന്തിനാ? കുടുംബങ്ങൾ ശിഥിലമാക്കുക എന്നുള്ളത് ഷൈത്താൻ ചെയ്യുന്ന ഷൈത്താന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രശംസയർഹിക്കുന്ന ഷൈത്താൻ ചെയ്യുന്ന പണിയാണ് ബന്ധങ്ങളെ ഇല്ലാതാക്കുക. ഭാര്യമാർക്കിടയിൽ, ഭർത്താക്കന്മാർക്കിടയിൽ, സഹോദരന്മാർക്കിടയിൽ കുതന്ത്രം പ്രയോഗിച്ചവരെ തെറ്റിച്ച് കളയുക എന്നുള്ളത്. യൂസുഫിലും അവന്റെ സഹോദരന്മാരിലും ചോദിച്ചു മനസ്സിലാക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇത് ഖാലു, അവർ പറഞ്ഞ സന്ദർഭം, ലയൂസുഫു വഅഖൂഹു, ലയൂസുഫു വഅഖൂഹു. ഈ ലയൂസുഫു വഅഖൂഹു എന്ന് പറഞ്ഞ അഖൂഹാര, യൂസുഫ് നബിയുടെ അനുജൻ ബിന്യാമീൻ, ഷഖീഖുൽ ലിഉമ്മി, ഉമ്മാന്റെ, യൂസുഫ് നബിയുടെ ഉമ്മയിൽ ഉണ്ടായ മോൻ. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകുന്നത് എന്താണ്? മറ്റുള്ളവര് മറ്റുമ്മാന്റെതാണ്. യൂസുഫ് നബിയുടെ ഷഖീഖല്ല, ഒരേ ഉമ്മയിലുള്ള, ഉപ്പയിലും ഉമ്മയിലും ഒത്ത സഹോദരന്മാരല്ല മറ്റുള്ളവര്. ഉപ്പയിൽ മാത്രം ഒത്തവരാണ്, ഉപ്പയിൽ മാത്രം ഒത്തവരാണ്. ഇത് ഖാലു, അവര് പറഞ്ഞു, ലയൂസുഫു വഅഖൂഹു അഹബ്ബു ഇലാ അബീനാ മിന്നാ. അവര് ശൈത്താൻ ഉണ്ടാക്കിയെടുത്ത പ്രശ്നം അതാണ്. എന്താണ്? അവരുടെ മനസ്സിനെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ പ്രശ്നം ഉണ്ടാക്കിയെടുക്കണമല്ലോ. അങ്ങനെയാണല്ലോ, പ്രശ്നം എന്തെങ്കിലും കത്തിക്കാൻ എന്തെങ്കിലും തിരി കൊടുത്തണം, അതാണ് ശൈത്താന്റെ പരിപാടി. ബാക്കിയുള്ളത് ശൈത്താൻ തിരി കൊടുത്തിട്ട് ശൈത്താൻ അങ്ങ് പോകും, ബാക്കിയുള്ളത് നമ്മളങ്ങ് ഏറ്റെടുക്കും, അല്ലെ? ശൈത്താൻ കത്തിച്ചിട്ട് പോവുള്ളൂ. എന്തെങ്കിലും ചൊറിയാനുള്ളത് ശൈത്താൻ ഇട്ടിട്ട് പോകും. എന്തെങ്കിലും വാക്ക് നമ്മുടെ നാവിൽ നിന്ന് ശൈത്താൻ അങ്ങ് പുറത്തുള്ളൂ, പിന്നെ മുപ്പര് പോകും. പിന്നെ അവിടെ തീരുമാനമാകും, ഒന്നിന്റെ തലാക്ക്, അല്ലെ, അല്ലെങ്കിൽ ഒരു കൊലപാതകം, അല്ലെങ്കിൽ അല്ലെ, ശൈത്താന്റെ പണിയാതാ. ഇവിടെ ശൈത്താൻ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹോദരന്മാരുടെ മനസ്സിലിട്ട വിഷയം എന്താണ്? അഹബ്ബു ഇലാ അബീനാ മിന്നാ, ബാപ്പാക്ക് നമ്മളെക്കാൾ ഇഷ്ടം യൂസുഫിനോടും ഓന്റെ അനുജൻ ബിന്യാമീനോടുമാണ്. ഇന്നും നടക്കുന്ന സംഭവങ്ങൾ അതാണ്. നമ്മളെക്കാൾ കാര്യം അയാളോടാണ്, അവന് എന്നേക്കാൾ പരിഗണന ഇന്നാളോടാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടത് അങ്ങനത്തെ സന്ദർഭങ്ങൾ എത്തുമ്പോൾ ശൈത്താൻ ഇടപെടുന്നുണ്ട് നമ്മളിൽ എന്ന ബോധം നമുക്ക് ഉണ്ടാവാനാണ്. ബാപ്പാക്ക് യൂസുഫും ബിന്യാമീനുമാണ് നമ്മളെക്കാൾ പ്രിയങ്കരം. മാത്രമല്ല വനഹ്നു ഉസ്ബത്തുൻ, നമ്മളാണെങ്കിലോ ശക്തന്മാരായ ഒരു കൂട്ടം ആളുകളും. ബാപ്പാക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ടേ ഉള്ളൂ. ബാപ്പാക്ക് എന്തെങ്കിലും ഒരു കാര്യം നടക്കണമെങ്കിൽ അതിന് നമ്മൾ വേണം. നമ്മള് ശക്തന്മാരായ മല്ലന്മാരായ കുറെ ഒരു ടീം തന്നെ നമ്മളുണ്ട്. അവർ 9 പേര്, ഒരു ടീം തന്നെ ഉണ്ട്. പിന്നെ ഇത്ര വലിയ ടീം നമ്മളായിരിക്കെ, ബാപ്പാക്ക് എന്തെങ്കിലും നടക്കണമെങ്കിൽ നമ്മൾ ആവശ്യം ഉണ്ടായിരിക്കെ, ബാപ്പ യൂസുഫിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. ഇന്ന അബാന ലഫീ ളലാലിൻ മുബീൻ, തീർച്ചയായിട്ടും നമ്മുടെ ഉപ്പ വലിയൊരു വഴികേടിലാണ്. ആളുടെ റൂട്ട് അത്ര ശരിയല്ല. ആരാ? യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളെ ചർച്ചയാണ്, അവര് പരസ്പരം ചെയ്യുന്ന ചർച്ചയാണ്. നമ്മുടെ ഉപ്പാന്റെ പോക്ക് അത്ര ശരിയല്ല. ഉപ്പ യൂസുഫിനെയും ബിന്യാമീനെയും സ്നേഹിക്കാണ്, നമ്മളെ സ്നേഹിക്കുന്നില്ല. യഥാർത്ഥത്തിൽ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം മറ്റു മക്കളെ സ്നേഹിക്കാത്തതാണോ? അല്ല. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഒരൽപ്പം സ്നേഹം അധികം വന്നു. മക്കളുടെ വിഷയത്തിൽ അതുണ്ടാവാം, സ്നേഹത്തിന്റെ വിഷയത്തിൽ തുല്യത അതൊരിക്കലും സാധ്യമല്ല. അതേ സ്ഥാനത്ത് നീതി തുല്യമായിരിക്കണം. 4 മക്കളുണ്ട് എങ്കിൽ
നമ്മളൊരു സമ്പത്ത് വീതിക്കുമ്പോൾ, ഒരു സാധനം കൊടുക്കുമ്പോൾ 4 മക്കൾക്കും തുല്യമായിട്ട് കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ ചെറിയ മോന്, ക്ലാസ്സിലുള്ള മോന് ഞാൻ ഇത്ര ഒട്ടകം ഞാൻ കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മറ്റെല്ലാ മക്കൾക്കും അതുപോലെ കൊടുക്കാൻ എന്റെ കയ്യിലുണ്ടോ? അപ്പൊ ആ സഹാബി പറഞ്ഞു, ഇല്ല നബിയെ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇതിൽ എന്നെ കൂട്ടു നിർത്തണ്ട, പറ്റില്ല. നീതി ജീവിച്ചിരിക്കെ മക്കൾക്ക് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തുല്യമായിട്ട് കൊടുക്കണം. ഒരാൾക്ക് മാത്രം കൊടുത്തോണ്ടിരിക്കുക ബാപ്പ, ഒരാൾക്ക് മാത്രം പ്രത്യേകമായിട്ട് കൊടുക്കുക, അതെന്ത് സമ്മാനായാലും ഹദിയ ആയാലും ഒരാളെ മാത്രം പരിഗണിക്കുക എന്നുള്ളത് തെറ്റാണ്. മക്കളെ തുല്യമായിട്ട് കാണണം. എന്നാൽ സ്നേഹത്തിന്റെ വിഷയത്തിൽ തുല്യത ഒരിക്കലും ഉണ്ടാവില്ല. കാരണം നമ്മളോടുള്ള സമീപനത്തിന്റെ അടിസ്ഥാനത്തിലും നമ്മളോടുള്ള അടുപ്പത്തിന്റെ അടിസ്ഥാനത്തിലും തിരിച്ചങ്ങോട്ടുള്ള സ്നേഹത്തിന് വ്യത്യാസം വരും എന്ന് കരുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? അവർക്ക് കൊടുക്കുന്ന കാര്യങ്ങളിലായിട്ട് വ്യത്യാസം വരാൻ പറ്റൂല. ഭാര്യമാരുടെ വിഷയത്തില ഒന്നിലധികം ഭാര്യമാരുള്ള ആളുകൾ ഒരു ഭാര്യക്ക് കൊടുക്കുന്നത് തന്നെ തുല്യമായിട്ട് ആർക്ക് കൊടുക്കണം? മറ്റു ഭാര്യമാർക്ക് കൊടുക്കണം. പക്ഷെ സ്നേഹം ഒരുപോലെ ആവണമെന്നില്ല, അല്ലെ? ഭാര്യമാർ നമ്മളോട് എങ്ങനെയാണ് പെരുമാറുന്നത് അതിനനുസരിച്ച് നമ്മൾ സ്നേഹിക്കുക. അപ്പൊ തുല്യമായിട്ട് സ്നേഹിക്കാൻ പറ്റണമെന്നില്ല. അതിൽ അല്ലാഹു നീതി ആവശ്യപ്പെടുന്നില്ല. പക്ഷെ സാധനങ്ങൾ കൊടുക്കുന്നതിൽ, അവരോടുള്ള ഹഖ് പൂർത്തിയാക്കുന്നതിൽ തുല്യത നിർബന്ധമാണ്. ഇവിടെ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം മക്കളെ സ്നേഹിക്കാത്തതല്ല, മറിച്ച് ആ ഒരു കാരണമാണ് ശൈത്താൻ അവരിൽ ഉണ്ടാക്കിയെടുത്തത്. ഉപ്പാക്ക് നമ്മളോട് വൃത്തിയിൽ തോന്നൽ, അല്ലെ? ചില സ്ത്രീകൾക്ക് തോന്നും ഭർത്താവിന് ഇപ്പൊ എന്നോട് സ്നേഹമില്ല, അല്ലെ? ചിലപ്പോ തോന്നലാണ്. ആ ശൈത്താൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? വെറുതെ ഒരു തോന്നലിട്ട് കൊടുക്കും. ആ തോന്നലിന്റെ പിന്നിൽ പിന്നീടുള്ള ചലന നിശ്ചലനങ്ങളെ കൂട്ടിക്കെടുപ്പിക്കാൻ ശൈത്താൻ പഠിപ്പിക്കും. ശൈത്താനിയത്താണ്. വെറുതെ ഒരു തോന്നൽ ആദ്യം ഉണ്ടായി കൊടുക്കുക. ഭർത്താവിന് എന്നോട് സ്നേഹമില്ല, അല്ലെങ്കിൽ ഉപ്പാക്ക് എന്നോട് സ്നേഹമില്ല, ഉപ്പാക്ക് എന്നോട് സ്നേഹമില്ല എന്നൊരു മോളെ മനസ്സിൽ തോന്നുകയാണ്. പിന്നീട് വാപ്പ വന്നിട്ട് മറ്റ് മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോ ഇതായിട്ട് കണ്ട എന്നോട് സ്നേഹമില്ല എന്നതിന് പിന്നെ തെളിവുകൾ അവരെണ്ണാൻ തുടങ്ങും. ഇതിന് ആക്കം കൂട്ടും ശൈത്താൻ. പിന്നീട് അത് വലിയ അപകടത്തിലേക്കായിരിക്കും പിന്നെ എത്തിക്കുക. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിഷയത്തിലും ഈ സഹോദരന്മാരിൽ ഉണ്ടായതും അതാണ്. ബാപ്പ നമ്മളെ സ്നേഹിക്കുന്നില്ല, നമ്മൾ ശക്തന്മാരായ ആളുകളായിരിക്കെ ബാപ്പാക്ക് സ്നേഹം യൂസുഫിനോടും യൂസുഫിനോടും ബിന്യാമീനോടുമാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കണം എന്നവർ വട്ടത്തിലിരുന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങി. ഇനി നടക്കുന്നത് അവരുടെ ചർച്ചയാണ്, അവരുടെ തീരുമാനമാണ്. അവരുടെ തീരുമാനം അല്ലാഹു അടുത്തായതിൽ അവരെന്താണ് തീരുമാനിച്ചത് എന്ന് അല്ലാഹു പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പഠിക്കാനും അറിയാനും പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും സ്വന്തം ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളെ മാറ്റം ഖുർആനിന്റെ ചരിത്രവും ആയത്തുകളും പണ്ഡിതന്മാർ ആ ഖുർആനിന്റെ ആയത്തുകളെ വിശദീകരിച്ചു തന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളും നമ്മളിൽ മാറ്റം ഉണ്ടാവണം. നമ്മുടെ കുടുംബത്തിൽ മാറ്റം ഉണ്ടാവണം. നമ്മുടെ ഭാര്യമാർക്കിടയിൽ, നമ്മുടെ മക്കൾക്കിടയിൽ ഇതൊക്കെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ബാപ്പമാർക്ക് പറയാൻ പറ്റണം, നോക്കിയേ ഷൈത്താനാണിത്, ഇത് ഷൈത്താനാണ്, ഈ സംസാരം ഉണ്ടാവരുത്. നിങ്ങൾ ഓടിക്ക് കൊടുത്തു, എനിക്ക് തന്നില്ല, അവർക്ക് കൊടുത്തു, ഷൈത്താനാണ്, ഉണ്ടാവരുത്. ആ തുല്യത നമ്മുടെ വീടുകളിൽ ബാപ്പമാരെ ശ്രദ്ധിച്ചാൽ എത്രയോ കുടുംബങ്ങൾ തകർന്നു പോയി. എത്രയോ നല്ല നല്ല കുടുംബങ്ങൾ ഒന്നുമല്ലാതായി പോയി, വെറും നാട്ടുകാർക്ക് പരിഹാസപാത്രങ്ങളായി പോയി. എത്ര ഭാര്യഭർത്താക്കന്മാർ, കുടുംബക്കാർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാതെ പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.